ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ട് എത്താൻ. ഇപ്പം അധികം ദിവസം ലേറ്റ് ആയി പോകുന്നത് വെച്ചാൽ എണീക്കാൻ നേരം വൈകി പോകുന്ന കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ബ്ലാക്കിലാണ്, പാൻറ് ബ്ലാക്ക്, ടോപ്പ് ബ്ലാക്ക്, ബാഗും ബ്ലാക്ക്. ഇന്ന് കുറച്ചധികം പണി കിട്ടും. ഫസ്റ്റ് അഡ്രസ്സ് എടുത്തേക്കണം കസ്റ്റമേഴ്സിൻ്റെ. പിന്നെ മെയിനായിട്ട് ഈ സമയത്ത് പ്രിൻറ്റിംഗ് ആണ് ചെയ്യുക. അതിനിടയിൽ കൂടെ വേറെ കുറച്ച് പണികളും കൂടി ഉണ്ട്, എക്സ്ട്രാ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് എടുത്തേക്കണം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കണം കേട്ടോ. ഇത് ഞാൻ 2 കൊല്ലം മുന്നേറ്റെ ഒട്ടിച്ചതാണ്. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അതൊന്ന് മാറ്റിയിട്ട് പുതിയ ഫ്രെയിമൊക്കെ വെച്ച് പുതിയ ഡിസൈനൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വൃത്തിയാവല്ലോ. എനിക്കിഷ്ടമായിട്ട് അങ്ങനെ ഫ്രെയിംസ് ഇങ്ങനെ ഇതിലിങ്ങനെ വെക്കുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് ഒരു പ്ലെയിൻ വോളിനേക്കാളും കുറച്ചുകൂടി ഒരു ഭംഗി തോന്നിക്കല്ലോ. ഇത് പെയിന്റ് ചെയ്യാനുള്ള കേട്ടോ. ഇതെന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലമൊക്കെ മഴ പെയ്ത സമയത്ത് ആ ഒരു ടെറസിന് സൺഷൈഡ് ഇല്ലായിരുന്നു. അപ്പം എന്താ വെച്ചാൽ അതിൽ കൂടെ വെള്ളം അങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. അപ്പൊ ഇപ്പൊ മുകളിൽ അവര് നല്ല ഷീറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും വരില്ല. അപ്പൊ ഈ പ്രാവശ്യത്തെ മഴ നോക്കിയിട്ട് നമുക്ക് ഇവിടെ പെയിന്റ് ചെയ്യാം. റീപെയിന്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ കളർ തന്നെ കൊടുക്കണോ അല്ലെങ്കിൽ വൈറ്റിനെ ചെയ്യണോ. വൈറ്റ് ആകുമ്പോൾ ഒന്നുകൂടെ ഒരു വെളിച്ചം കിട്ടല്ലോ. പക്ഷെ ഈ ഒരു റൂമിന്റെ ഒരു തീം പറയുന്നത് ഗ്രേയും ഈ ഒരു വൈറ്റും ആണ്. അപ്പൊ എന്തൊരു ഭംഗി തോന്നി നോക്കണം. ഇനി ഫസ്റ്റ് മഴ കഴിഞ്ഞിട്ട് നോക്കണം ഏതാ വെക്കണ്ടേന്നുള്ളത്. ഇതൊക്കെ ഇന്നലെ പ്രിന്റ് ചെയ്ത് വെച്ചാട്ടോ. ഇനി ഇതൊക്കെ കവറിലേക്ക് ആക്കണം. അപ്പൊ ഇതൊക്കെ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ്. ഇന്നത്തെ ലിസ്റ്റ് പോളതും ഇതിനൊക്കെ കുറച്ചുകൂടി പ്രിന്റ് ചെയ്തിട്ട് അതുകൂടി ഇന്ന് അയക്കാനുള്ളതാണ് കേട്ടോ. ട്രാൻസ്പെറന്റ് കവർ ഇട്ടിട്ടാട്ടോ വയ്ക്കാകുമ്പോൾ പൊടിയൊന്നും ആവില്ല. പിന്നെ ഈ ഇത് ഫോട്ടോസ് ആണല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അതിന്റെ മുകളിൽ വീണിച്ച് ആ ഫോട്ടോ കൊളായി പോകും. അപ്പൊ അങ്ങനെ ചെയ്യാണ്ട് അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിലല്ലേ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി ഒരു ട്രാൻസ്പെറന്റ് കവറിൽ ഇട്ടിട്ടാട്ടോ വെക്കാം. സാധനം ഞാൻ പ്രൊഡക്ഷൻ റൂമിലാട്ടോ ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം എടുത്തോണ്ട് വന്നിട്ട് വെക്കണം. അപ്പൊ ഞാൻ ഷീറ്റ് എടുത്തിട്ട് വെച്ചു. അപ്പൊ ഞാൻ ആ കവർ എടുത്തിട്ട് വരാം. ഇതാണ് കേട്ടോ കവർ ഞാൻ പറഞ്ഞത്. ഇതിനുള്ള ഇവിടെ നമ്മളവിടെ സിൽക്കി എന്നൊക്കെയാണ് പറയാ. അപ്പൊ ഈ കവറാണ്. ഇത് അത്യാവശ്യം വലുതാട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അധികം വരുന്നത് കോംബോ ആണ്. അപ്പൊ അതായത് കോംബോ ഓഫറിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ ഒരു A3ന്റെ കോംബോ പറയുമ്പോൾ 3 ഫ്രെയിംസ് ഉണ്ടാവും. അപ്പൊ ഈ 3 A3 ഫ്രെയിം അടക്കം കൊള്ളുന്ന ഒരു കവറാട്ടോ വാങ്ങിക്കത്. അപ്പം അതിലാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ പിന്നുള്ളത് ഗാലറി സെറ്റാണ്. അതും ഇതേപോലെ തന്നെ ഒരു 8-10 ഫ്രെയിംസ് ഉണ്ടാവും. അപ്പൊ അതും എല്ലാം കൂടെ കൊള്ളുന്ന രീതിയിലാണ്. അപ്പം ഈ കവറിൽ അതാക്കട്ടെ കേട്ടോ. 5-6 കവറെടുത്തുണ്ട്. നമ്മൾ ആക്കി വെക്കാം. ഇതിൽ തന്നെ അഡ്രസ്സ് ഇട്ട് വെക്കും കേട്ടോ. അത് ആദ്യം ഫോട്ടോ ഇട്ട് വെക്കട്ടെ. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിലുണ്ട് ഒരു കസ്റ്റമർക്കാണ്. അങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ അഡ്രസ്സ് അങ്ങോട്ടൊക്കെ മാറിപ്പോയി. അതായത് കുറച്ചെല്ലാം ഫോട്ടോ നമുക്ക് ഒരേപോലെ തോന്നും. ചില കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോൾ കല്യാണ ഫോട്ടോ ഒക്കെ ആകുമ്പോൾ ചിലത് ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അത് വേഗം നോക്കിയിട്ട് അഡ്രസ്സ് ഒക്കെ ഇട്ട് വെച്ചാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഒറ്റൊരു ക്രോസ് ചെക്ക് ചെയ്താലും നമുക്ക് കാര്യം കിട്ടും. ഒറ്റ എന്താ വെച്ചാൽ 2-3 പ്രാവശ്യം നോക്കേണ്ടി വരും. ഇതൊക്കെ A4 സൈസ് ആക്കും. A4, A3, A5 അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് കോംബോ ഓഫർ പോകുന്നത്. ഇതിലേക്ക് അഡ്രസ്സ് കിട്ടും. അഡ്രസ്സ് എടുത്തില്ല. അഡ്രസ്സ് എടുത്തിട്ട് ഇതിലേക്ക് അഡ്രസ്സും വെക്കും. എന്നിട്ട് ആ റൂം കൊണ്ടു വെച്ചാൽ പിന്നെ നമ്മൾ ഫ്രെയിം ആക്കും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ തെർമോക്കോൾ വെച്ചിട്ടോ പാക്ക് ചെയ്യാം. ഈ ടേബിളിന്റെ ഒരു പോലെ നിങ്ങൾ നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ എത്ര വൃത്തിയാക്കി വെച്ചാലും ഇങ്ങനെ ഉണ്ടാവും. കാരണം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളത് ഡെയിലി രാവിലെ വന്നിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യും, അല്ലാണ്ട് കംപ്ലീറ്റ് വെക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ എന്ന് വെച്ചാൽ സൺഡേസിലാണ് ഇതൊക്കെ ചെയ്യാം. ഒരു സൺഡേ ചെയ്താൽ പിന്നെ അടുത്ത സൺഡേ വരെ കിട്ടുമെന്ന് വിചാരിക്കും. പിന്നെ അഡ്രസ് ഏകദേശം ഇങ്ങനെ ഒരു ഇതിലാട്ടോ ഉണ്ടാവുക. A4 ഷീറ്റിലാണ് പ്രിന്റ് എടുക്കുക. അപ്പൊ 4 കിട്ടുന്ന രീതിയിൽ അങ്ങനെയാട്ടോ ഉണ്ടാവുക. അപ്പം ബാക്കിയുള്ള അഡ്രസ്സ് ഒക്കെ എടുക്കാറുണ്ട്. പിന്നെ കുറച്ചധികം പണി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനൊരു ടു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. എനിക്കെന്ന് വെച്ചാൽ കുറച്ച് മറവിന് പ്രശ്നമുള്ളതും ഞാൻ ടു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വർക്ക് ആയിട്ട് ടിക്കറ്റ് പോകാൻ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയേക്കട്ടെ. ഞാൻ ചായ ഉണ്ടാക്കാന്ന് വെച്ചിട്ടോ. പൊതുവെ ഈ സമയത്ത് ഞാൻ കോഫിയാണ് കുടിക്കല്. പക്ഷെ എന്താ വെച്ചാൽ കോഫി പൗഡർ ഇല്ല. അതിന് ചായ ഉണ്ടാക്കാൻ വെച്ചു. ഈ പാലോട്ടോ ഞാൻ ഉപയോഗിക്കല്. ഈ പാലോട്ട് അടിക്കല് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നിൽക്കുമല്ലോ. ഇത് കട്ട് ചെയ്ത് 2-3 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പാടുന്നതാണ്. പക്ഷെ എന്താ വെച്ചാൽ മറ്റേ പാലൊന്നും ഞാൻ എടുക്കാം. ഇവിടെ ഞാൻ എടുക്കാറില്ല. അപ്പൊ പിന്നെ ഇതിന് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ലാന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ബോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്ക് ചായപ്പൊടി ഇങ്ങനെ ബോയിലായി വരുമ്പോഴാണോ ടേസ്റ്റ് ഉണ്ടാവുക. കോഫിക്ക് ആണെങ്കിൽ ഞാൻ അധികം ബോയിലും ചെയ്യില്ല. നമ്മൾ മെയിനായിട്ട് എന്താ വെച്ചാൽ പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വാങ്ങിയത്. ഇതെന്ന് വെച്ചാൽ ഓഫീസ്, അതായത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. നമുക്കിവിടെ ഗ്യാസ് ഒന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം കോഫി പൗഡർ ഉണ്ടോ തീർന്നെടുക്കുക, കംപ്ലീറ്റ് കഴിഞ്ഞ്. അതുകൊണ്ട് ഇപ്പോൾ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. വെള്ളം സംഭവം തിളച്ചില്ല. ഇത് നമ്മളെ കുക്കിംഗ് ഏരിയ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ ഫുള്ള് ഇപ്പോൾ വൃത്തിയായി കിടക്കാൻ പറഞ്ഞല്ലോ. നമ്മൾ വിഷുവിൻ്റെ ഒക്കെ കുറച്ച് മുന്നേ തിരക്കിട്ടൊക്കെ പോയതുകൊണ്ട് ഇവിടെ കുക്കൊന്നും ചെയ്യില്ലേനു. പക്ഷേ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് വൃത്തിയാണ്. ഇതിനൊക്കെ ഒന്ന് സൺഡേ അല്ലെങ്കിൽ ഏത് ദിവസം ഗ്യാപ്പ് കിട്ടുന്ന ദിവസം നമ്മളിത് കംപ്ലീറ്റ് ഡീപ് ക്ലീൻ ചെയ്യണം. നമ്മളെ ഈ ഒരു
ഭാഗം മൊത്തമായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മളിവിടെ കുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മീൽ പ്രെപ്പ് പോലെ ചെയ്യാട്ടോ ചെയ്യുക. അതായത് ഒരു ദിവസം നമ്മൾ കുക്ക് ചെയ്ത് കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തിരക്കായതുകൊണ്ട് ഒന്നും ഇവിടെ കുക്ക് ചെയ്യില്ല, ഒക്കെ പുറത്തുനിന്ന് അയക്കും. പുറത്തുനിന്ന് അയക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതുമല്ലല്ലോ. അതായത് നമ്മൾ എന്തായാലും ജങ്ക് ഫുഡാണല്ലോ പുറത്തുനിന്ന് അയക്കുക. കാരണം ഇവിടെ അധികം അങ്ങനത്തെ ഫുഡാണ് കിട്ടുന്നതും. അതായത് ഷവർമ, ബർഗർ അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ അധികം ഉണ്ടാവുക. നമ്മൾ അതന്നെയാണ് അധികം വാങ്ങുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ അടുത്ത് തന്നെ എന്താ പറയുക നമ്മളെ മീൽ പ്രെപ്പിലേക്ക് എന്തായാലും വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ രാവിലെ ഞാൻ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയാണ് വരിക. ഇപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടാട്ടോ ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എഗ്ഗാണ് കഴിക്കുക. അതിപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. ഒരു 2-3 എഗ്ഗൊക്കെ ഞാൻ കഴിക്കാം. മാക്സിമം 4 കഴിക്കാനൊക്കെയാണ് വിചാരിക്കുക, പക്ഷെ 4 കഴിക്കാൻ പറ്റില്ല. ഒരു 2-3 കഴിക്കൽ. അതായത് ഞാൻ എഗ്ഗും പിന്നെ കോഫിയാണ് കുടിക്കുക. ഓനെന്താ വെച്ചാൽ 4 എഗ്ഗും പിന്നെ നട്ട്സും കോഫി അങ്ങനെയാണ് കേട്ടോ കഴിക്കൽ. ഇപ്പോൾ നട്ട്സിൻ്റെ പാത്രം അതും കഴിഞ്ഞെടുക്കുകയാണ്. ഇനി അതൊക്കെ വാങ്ങണം. അതൊക്കെ നമ്മളൊരു കാര്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ് ഇങ്ങോട്ട്. അതിനെ വാങ്ങിയിട്ട് തുറക്കണം. എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി റൂട്ടീന് പോലെ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് ഇതിലെന്താ വെച്ചാൽ നമ്മൾ ഡയറ്റൊക്കെ, അതായത് നമുക്ക് എത്ര പ്രോട്ടീൻ ഇതൊക്കെ വേണം എന്നൊക്കെ ഉള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇവിടെ നമ്മൾ എന്തൊക്കെ കഴിക്കേണ്ടതെന്നൊക്കെ എഴുതി വെക്കാനുള്ളതാട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഇതും ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇതിലേക്കൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇതിലേക്കൊന്നും ഒന്നും എഴുതിയിട്ടില്ല. ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ആ ഒരു റൂട്ടീനിലേക്ക് കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത്. കറക്റ്റ് പാലിന് ഒന്നുകൂടി ഞാൻ തിളച്ചോട്ടെ വെച്ചേ. കറക്റ്റ് പാലിൽ ഇങ്ങനെ ചായപ്പൊടി ഇങ്ങനെ വെന്ത് വരുന്ന ആ ചായ കേട്ടോ എനിക്കിഷ്ടം. ഇത് കറക്റ്റ് അതിനായി വരുന്നുണ്ട്. കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ച് മധുരം ഡയറിച്ച് ഈ ചായ ഒന്ന് കാണിച്ചിങ്ങനെ ഈ ഒരു കളറിൽ ഇങ്ങനെ തിളച്ച് വരുന്ന ചായ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം ഇങ്ങനെ കുടിക്കുക. പണ്ട് ഞാൻ ചായയെ കുടിക്കില്ല കേട്ടോ, പക്ഷെ നമ്മളിങ്ങനെ വളർന്ന് വരുമ്പോൾ അങ്ങനെ മാറുന്നതാണെന്ന് തോന്നുന്നു. ഓരോ ടേസ്റ്റ് മാറി വരുമല്ലോ. അപ്പം എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ കോഫി മാത്രമേ കുടിക്കല്. ജസ്റ്റ് ഒന്ന് തണച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഇതിൻ്റെ കപ്പല്ല കേട്ടോ, ദോൻ്റെ കപ്പാണ്. എൻ്റെ കയ്യിൽ കപ്പൊന്നുമില്ല. എനിക്കൊരു കപ്പൊക്കെ വാങ്ങിക്കണം. കപ്പിൽ ആക്കി കുടിക്കുക, അങ്ങനെ ചായനെ തിളച്ച് കപ്പിലാക്കി കുടിക്കുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ, നമ്മളിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ പാത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെ കുറേ കപ്പ് ഇങ്ങനെ നോക്കി. അപ്പോൾ ഇവൻ്റെ അടുത്ത് കുറേ കപ്പ് വാങ്ങിക്കുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കപ്പിനൊന്നും ആവശ്യമില്ല, വെറുതെ പൈസ ചിലവല്ലേ എന്നൊക്കെ പറഞ്ഞ് കപ്പ് വാങ്ങണ്ടൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നിട്ട് ഇവൻ കപ്പിൽ കുടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ കുടിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ ഞാൻ തൽക്കാലം അവൻ്റെ കപ്പിലാണ് കുടിക്കുന്നത്. ഉണ്ടോ ആ വീട്ടിൽ മാങ്ങ ഉണ്ടായി, ഞാൻ ഇങ്ങനെ അത് നോക്കുക. ചില സമയം ഞാൻ മാങ്ങ തന്നു, കുറേ പഴുത്തിട്ടില്ല, പച്ച എന്ന് തോന്നുന്നു, പക്ഷെ നല്ല ടേസ്റ്റിനാണ്. ഉപ്പിലിടാനൊക്കെ ഉള്ളൊരു പാകമായി നിൽക്കാൻ തോന്നുന്നു കണ്ടിട്ട്. ഇതിലേക്ക് വയ്ക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഗുണമെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് ചൂണ്ടുകാലം തരാം. എനിക്ക് എല്ലാ സാധനവും ഇപ്പം തിന്നാനാണെങ്കിലും കുടിക്കണമെങ്കിൽ ഞാൻ നല്ല സ്ലോവാണ്. ഞാനിപ്പോൾ ഇത് ചൂടോടെ കൊണ്ടുവച്ചാൽ ഞാനിത് കുടിക്കുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് തണഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ തന്നെ എനിക്കൊരു 1 മണിക്കൂർ സമയം വേണം. ഞാൻ ഭയങ്കര സ്ലോ ഈറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് കേട്ടോ. ഞാനത് തൽക്കാലം വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കുടിച്ച് വരുമ്പോഴേക്കും ഇത് പൊതുവുള്ളൂ. കാരണം ഇത് എന്താ പറയുക, പാലിൽ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ട് ഫുള്ള് പറ്റി കിടക്കും. ഞാൻ തൽക്കാലം അത് കുടിച്ച് വരാം കേട്ടോ. ഇത് പ്രിൻ്റ് ചെയ്യാൻ ഇട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ളതും കൂടി പ്രിൻ്റ് ഇടണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചായ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് അറിയില്ല, കുറേ പാൽ വെച്ചുകൊണ്ടാണ് തോന്നുന്നു. പാലിൽ അത് വെന്ത് വന്നുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഓന് കൊടുത്തോക്കാം. ഇത് ഓന് കൊടുത്തൊക്കെ ഓനാ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കുടിച്ച് നോക്ക്. ഷെഡുണ്ടേ, മധുരട്ടുണ്ടേ. എന്താ അവസ്ഥ? പറ്റല്ലോ ഇതാട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാം. ഇന്നലത്തേക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാണ്. ഇപ്പോൾ സമയം 3:13 കേട്ടോ. എത്ര നേരമായിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ ഞാൻ പ്രിൻ്റ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പകുതിയായിട്ട് ഇങ്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ക് ഞാൻ പോട്ടർ അറിയില്ല, പോട്ടർ ത്രൂ കേട്ടോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പോട്ടർ ആകുമ്പോൾ ആ ഷോപ്പിൽ നിർത്തിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുതരും. മില്യൻസ് ടൗൺ ഇപ്പോൾ ഈ വെയിലത്ത് ടൗൺ വരെ പോകാൻ പറ്റില്ല. ടൗൺ വരെ പോകുന്നത് വെച്ചാൽ ടൈമും കുറേ ഇതാവും. കാരണം അവിടെ പോയി പിന്നെ ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്ക് കഴിഞ്ഞ് ഇവിടെ എത്തി പിന്നെയും പണിയെടുക്കും. അപ്പോഴത്തെ സമയം നമ്മളൊരു 4 മണി തൊട്ട് ഒരു 7 മണി വരെയുള്ള ടൈം നമ്മൾ റഷ് ചെയ്യുന്ന ടൈമാണ്. കാരണം ഇത് പ്രിന്റ് ചെയ്തത് പാക്ക് ചെയ്യും, അതായത് തിരക്കിരിക്കും. കാരണം അതിൻ്റെ ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും ഒരു ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഡിസ്പാച്ച് ചെയ്യണം. അപ്പം അത് ബിസി ആയിരിക്കും ആ ഒരു ടൈമിൽ കേട്ടോ. അപ്പോൾ ആ ഒരു റഷ് പോകുന്നതിൻ്റെ മുന്നത്തെ ഒരു സമയം ഈ ഒരു ടൈം വരെയാണ് നമ്മൾ അത്യാവശ്യം ഒന്ന് കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ടൈം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോട്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം 3:10 ആകുമ്പോഴാണ് ബുക്ക് ചെയ്തത്. നമുക്ക് എത്ര ടൈമിനുള്ളിൽ എത്തും നോക്കാം. പൊതുവേ ഇവിടുന്ന് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് 95 ഒക്കെയാണ് ചാർജ്. 95 ചിലപ്പോൾ 98 ആയിരിക്കും, ചിലപ്പോൾ 90 ആയിരിക്കും. ഇപ്പം പിന്നെ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ 90 ആയിരുന്നു. ഇന്ന് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ 100 ആണ് കേട്ടോ. അപ്പോൾ ഓരോ ടൈമും ഓരോ ചാർജ് ആയിരിക്കും ഉണ്ടാവുക.
വെയിലൊക്കെയല്ല ഇപ്പൊ കുറച്ച് ടാസ്ക് എല്ലാം എടുത്തു തരാൻ. പിന്നെ നമ്മള് ഫുഡ് കഴിച്ചില്ല കേട്ടോ. അപ്പം ഇപ്പൊ പോർട്ടർ ഇവിടെ എത്തുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിച്ചത്. ആ ഒരു ഗ്യാപ്പിൽ ഇപ്പോൾ വേറെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, വേറെ പണി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഫുഡ് കഴിക്കുക. എന്നിട്ട് പോർട്ടർ വന്നിട്ട് പിന്നെ ബാക്കി പണി ചെയ്യുക. ഇപ്പൊ ഫുഡ് നമ്മൾ മീൽ പ്രപ്പം നമ്മൾ ചെയ്യാത്തതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഇന്നും പുറത്ത് തന്നെ വാങ്ങണം. കാരണം നമ്മളെ ഏറ്റവും ഒരു എക്സ്പെൻസീവ് ആയിരുന്ന സംഭവമാണ് ഫുഡ്. കാരണം ഇവിടെ ഉള്ളത് നമുക്ക് സാധാരണ ഫുഡിന് ഇവിടെ അധികം അങ്ങനത്തെ സാധനങ്ങൾ മന്തി പുറത്ത് അങ്ങനെയൊക്കെ ഉണ്ടായത്. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ എന്താ രണ്ട് മൂന്ന് ഹോട്ടലേ ഉള്ളൂ തോന്നുന്ന ഫുഡ്, അതായത് ചോറ് കിട്ടുന്നത്. അത് കുറച്ച് ഒന്നപ്പുറത്താണ്, പിന്നെ ഒന്ന് അത് അതായത് നമ്മളെ ഇവിടേക്ക് വരുന്നൊരു വഴിക്ക്, അങ്ങനെ 2 സ്ഥലത്താണ്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. തൽക്കാലം ഇപ്പോൾ നമ്മൾ ഫുഡ് മധൂത്ത കഴിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഹോട്ടലാകുമ്പോൾ വെച്ചാൽ അവർ ഡെലിവറി ഉണ്ട്, അതുകൊണ്ട് കുറേ വിളിച്ചെണ്ണം അവിടെ കൊണ്ടുതരും, കുഴപ്പമില്ല. പിന്നെ മധൂത്താകുമ്പോൾ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഹാഫൊക്കെ വേണ്ടി നമുക്ക് 2 ദിവസത്തേക്ക് കിട്ടും. അതായത് 2 നേരം കഴിക്കാനുള്ളത് ഉണ്ടാവും. പിന്നെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേഴ്സും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആ ഹോട്ടലിൽ ചോറില്ല, ചോറുണ്ടെങ്കിൽ അവിടുന്ന് ചോറ് വാങ്ങിയും പിന്നെ അവിടെ മധൂത്ത് പിന്നെ ഷവർമ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം മധൂത്ത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ കൊണ്ടുതരും, ചിലപ്പോൾ നേരത്തെ കൊണ്ടുതരും. ഇവിടെ അടുത്ത് തന്നെയാണ് എന്ന് വെച്ചാൽ പോർട്ടർ വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഫുഡും പോർട്ടറും ഒരേ സമയത്താണ് വന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ആ ഗ്യാപ്പ് കിട്ടിയില്ല. അതായത് ഇത് എത്തുന്നതിനിടയിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്, പക്ഷേ അതെന്തായാലും നടക്കില്ല. അപ്പോൾ താഴെ പോയിട്ട് 2 എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതും എടുത്ത് വന്നിട്ടോ, ഇങ്കും എടുത്ത് ഫുഡ് എടുത്ത് 2 ഒരേ സമയത്ത്. പക്ഷേ ഇവിടേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂട് കിട്ടും, അകത്താണ്ട് അധികം കൂടെ അറിയട്ടെ. ഫുഡ് കഴിക്കാൻ പോവാട്ടോ. സേവനം എടുക്കട്ടെ. ഇത് കാണുമ്പോൾ നിങ്ങൾ സേവനമായിരിക്കും, പക്ഷേ അല്ല കേട്ടോ, പച്ചവെള്ളമാണ്. വെള്ളം ഇത്ര വലിയ ബോട്ടിലാണ് വെച്ചത്, അപ്പോൾ വെള്ളം പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് സമയം കിട്ടിയല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഫുഡ് കഴിക്കാം. ഇതില്ലേ നമ്മളിതാ ചിക്കൻ മുകളിൽ വെക്കാൻ പറയും മധൂത്തിൽ. കാരണം എന്താ പറയുക, ചിക്കൻ മുകളിൽ വെച്ചാൽ നമ്മൾ ഓവർ ഇങ്ങനെ കൈയിട്ട് ഇളക്കേണ്ട ആവശ്യം വരില്ല. മറ്റേ ഓവർ ഇങ്ങനെ ഇളക്കി ഒക്കെ കഴിക്കുമ്പോഴാണ് അത് വെടക്കായി പോവുക. മുകളിൽ തന്നെ ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് എടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വെടക്കാവുന്നില്ല. അതിന് വേണ്ടിയിട്ട് കേട്ടോ മുകളിലിടാൻ ഞാൻ പ്രത്യേകം വിളിച്ച് പറയുന്നത്, മുകളിലിടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു താഴെയാണ് വെക്കുക. താഴെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ചൂട്, ഇത് നല്ല ചൂടുണ്ടാവും, ചൂടുണ്ടാവും. അതേപോലെ തന്നെ താഴ്ന്ന് ഇങ്ങനെ കൈയിട്ട് ഇളക്കി അത് ഫുള്ള് മെസ്സാവും, അപ്പോൾ വെടക്കായി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാകുമ്പോൾ അങ്ങനെ വെടക്കാവില്ല. പിന്നെ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടോ. നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടാട്ടോ ഫുഡ് കഴിക്കുക ശീലമായി പോയിട്ട്. അല്ലാണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഇത് കിട്ടില്ല. അത്ര നല്ല ശീലമൊന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഫുഡ്. അത് തപ്പാൻ കുറച്ച് സമയം എടുക്കും. ഇന്ന് വേഗം തപ്പണം, സമയമില്ല, 4 മണി. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇതാക്ച്വലി നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല അല്ലാണ്ട് കൈ ഇട്ടുണ്ടെങ്കിൽ കൈ പൊള്ളുന്നുള്ളത്. അല്ലാണ്ട് കൈ ഇട്ടാക്കുമ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കൈ പൊള്ളും. അപ്പോൾ അത് കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവില്ല. അത് ഇപ്പോൾ മന്തിനേക്കാൾ ഇഷ്ടം മധൂത്താണ്, അപ്പോൾ റൈസിന് കുറച്ചുകൂടെ ഫ്ലേവറാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കും. കാരണം ഇവിടെ വേസ്റ്റ് ഇടാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല, അതായത് ഫുഡ് വേസ്റ്റ് കേട്ടോ. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഞാൻ ഇവിടുന്ന് ഇതെല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെയാണ് കളയൽ കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടാണോ പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിപ്പോയി. ഇത്ര നേരം ഫുഡ് കഴിക്കാത്തപ്പോൾ അത്യാവശ്യം എനർജി ഉണ്ടായിരുന്നു, ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായി. ക്ഷീണമായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഇപ്പോൾ ബാക്കി പണിയെടുക്കണമല്ലോ. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വരാം. ഞാനവിടെ പ്രിൻ്റ് എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഒന്ന് നമ്മളെ പ്രിൻറ്റിങ് ഒക്കെ ലേറ്റ് ആയതുകൊണ്ട് ഈ സമയത്തും പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓനവിടെ പാക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് അവിടെ കൊടുത്തിട്ട് വരാം. ഞാൻ ആ കവറിലിട്ടുണ്ട് കേട്ടോ, രാവിലെ ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ കവറിലിട്ടിട്ട് ഇവിടെ വെക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ ഓൻ അതുപോലെ ഫ്രെയിമൊക്കെ പാക്ക് ചെയ്ത്, ഇതൊരു ഗാലറി സെറ്റാണ്. അപ്പോൾ അവന് സെറ്റിലേക്ക് വേണ്ടതൊക്കെ ഫ്രെയിംസൊക്കെ വെച്ച് പാക്ക് ചെയ്ത് വെക്കും. പൊതുവെ അഡ്രസ്സ് വെക്കലുണ്ട്, ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അഡ്രസ്സ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇത് ഫ്രെയിമാക്കി വെച്ചിട്ട് ഞാൻ തെർമോക്കോൾ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിവിടെ ഫ്രെയിമാക്കി വെക്കുക, അതിൻ്റെ തെർമോക്കോൾ എടുത്ത് വരിക, എന്നിട്ട് അഡ്രസ്സ് എടുത്തിട്ട് ഇത് പാക്ക് ചെയ്യുക കേട്ടോ. ഇന്ന് എന്തായാലും ഡിസ്പാച്ച് ചെയ്യണം, അപ്പം മാക്സിമം കുറച്ചുകൂടി നേരത്തെ പണിയെടുത്ത് കഴിയുന്ന പോലെ ചെയ്യാമായിരിക്കും. ഞാനിടയിൽ വേറൊരു പണി കിട്ടിട്ടോ, ഇത് കഴിഞ്ഞു പോയി. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മൊത്തം ഫ്രെയിമിലേക്ക് ഇത് കിട്ടുമെന്ന് വിചാരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ലേറ്റ് അല്ല, ഒരു ഷോപ്പ് അടച്ചിട്ടുണ്ടാവും, ഇപ്പോൾ കിട്ടില്ല. പിന്നെ ഇവിടെ ഈ ഒരു സാധനം കിട്ടുന്നില്ല. കുറച്ച് മുന്നേ തീർന്നപ്പോൾ അതേപോലെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കിട്ടാനില്ല. ഇനിയിപ്പം ഇത് ഇനി വാങ്ങണം. ബാക്കി കുറച്ചുകൂടി പ്രിൻ്റ് ഇട്ടുണ്ട്, അതെടുത്തിട്ട് വരാം. എന്നിട്ട് വേണം തെർമോക്കോൾ എടുക്കാൻ പോകാൻ. ഇപ്പോൾ ഇതൊക്കെ ഫ്രെയിം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടോ. ഇനി തെർമോക്കോൾ കൊണ്ടുവന്നിട്ട് വേണം തെർമോക്കോൾ വെച്ചിട്ട് പാക്ക് ചെയ്യാൻ. ബാക്കി ഇത് അത്രയും സാധനങ്ങളൊക്കെ അതൊക്കെ ഗാലറി സെറ്റ് ഉണ്ട്, കോംബോ സെറ്റ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളാട്ടോ ഇതിലുള്ളത്. ഇപ്പം തെർമോക്കോൾ എടുക്കാൻ പോട്ടെ. ഈ ബാക്കിലോട്ടിരിക്കുന്ന ടാപ്പ് കഴിഞ്ഞു കേട്ടോ. ഒരു 3 ഫ്രെയിമിലേക്ക് കൂടി വേണ്ടിനി, പക്ഷെ നമ്മൾ കണക്കൂട്ടിയ പോലെയല്ല, സാധനം തീർന്നു. ഇനിയിപ്പോൾ അത് എവിടെയും കിട്ടൂല. നമ്മൾ തെർമോക്കോളും
ഗ്ലൂവും സെല്ലോ ടേപ്പും എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഓടിപ്പോയിട്ട് ഇത് പാക്ക് ചെയ്യണം. ആയിക്കാലായിട്ടോ. അപ്പോൾ നമ്മൾ വേഗം പണിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പണിക്കും അയക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം നോക്കി പാക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ആ സാധനത്തിന് വരെ വേറെ ഒരു സാധനം കിട്ടിയും കിട്ടും. ഇത് ഇൻസുലേഷൻ ടൈപ്പ് ആട്ടോ. അപ്പം ഇതിനെ കൊണ്ട് നമുക്ക് ബാട്ടിൽ ഒട്ടിക്കും. തെർമോക്കോൾ ഇത് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാക്ക് ചെയ്യാൻ കുറച്ച് ഈസി. ഇതിന് വെച്ചാൽ 2 സൈഡിൽ തെർമോക്കോൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള 6 സൈഡിലും ചെറിയ പീസാക്കി വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ളതാണ്. വേഗം പാക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പോൾ പാക്ക് ചെയ്യണമെങ്കിൽ വേറെ ഒരു ഇഡ്ലി കൊണ്ടുവരട്ടെ. ഇതൊക്കെ നമ്മൾ 2 വീലറിൽ തന്നെ കേട്ടോ കൊണ്ടുപോവുക. പിന്നെ കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ വിളിക്കും. പിന്നെ ചില സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ 2 ട്രിപ്പൊക്കെ അടിക്കലുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ DTDC വരുന്നത്. ഇവിടുന്ന് കേട്ടോ ഡിസ്പാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധനം കൊടുത്ത് വീട്ടിലേക്ക് പോവാം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകും. ഇപ്പം കുറച്ചായിട്ടായിരിക്കും കേട്ടോ വീട്ടിലേക്ക് പോവുക. ഈ കുറച്ചായിട്ടല്ലേ പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇങ്ങനത്തൊക്കെയാണ് എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കേട്ടോ. ഇന്ന് കുറച്ചധികം തിരക്കിലായിപ്പോയി. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ സാധനം തീർന്നു പോയപ്പം അതെടുക്കാൻ പോയി. അധിക ദിവസം നമ്മളിങ്ങനെ സാധനം എടുക്കാനൊക്കെ പോകുന്നുണ്ട്. ഇന്ന് പക്ഷേ നല്ല ലേറ്റായിപ്പോയി. പിന്നെ ഒന്ന് മാറ്റിയിട്ടൊക്കെ പോകാൻ വിചാരിച്ച്. കാരണം നമ്മൾ ഇത്രയും പട്ടിപ്പണി എടുത്ത കാര്യം ആരും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കേട്ടോ ഡെയിലിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്കെന്ന് വെച്ചാൽ സമയമായി. ഇന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചക്കത്തെ ഒരു ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ലേറ്റായി. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. കിടന്നിറങ്ങും. രാവിലെ എണീച്ച് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു മെയിൻ ഇത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. ഡെയിലി ഒരു 6 മണിയാകുമ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ.